Welcome to SO Prep. ആദ്യം നമുക്കൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ആ ഡിവിന് ഞാനൊരു ക്ലാസ് നെയിം കൊടുക്കുകയാണ്. ആ ക്ലാസ് നെയിമിൻ്റെ പേര് മെയിൻ കണ്ടെയ്നർ ഡിവ് എന്നാണ്. ഇതിന് ഞാൻ ഒരു ഇതിൻ്റെ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്നും പറഞ്ഞിട്ട് പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പോൾ ഇതൊരു ഫ്ലെക്സ് ബോക്സ് ആയിട്ട് മാറും. അതിൻ്റെ കോഡ് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഫസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് മാത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ബോക്സ് അങ്ങ് ലഭിക്കും. ഇതാണ് അതിൻ്റെ ഒരു മദർ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഡിവിനകത്ത് രണ്ടാമതൊരു ഡിവ് കൂടെ ക്രിയേറ്റ് ചെയ്യും. ആ ഡിവിന് എൻ്റെ ക്ലാസ് നെയിമായിട്ട് ഫസ്റ്റ് റോ കണ്ടെയ്നർ എന്നും പറഞ്ഞിട്ടൊരു പേര് കൊടുക്കും. അപ്പോൾ ആദ്യത്തെ മദർ കണ്ടെയ്നറിൻ്റെ അകത്ത് വരുന്ന രണ്ടാമത്തെ ചെറിയ കണ്ടെയ്നർ, അപ്പോൾ ഇത് അതിൻ്റെ ചൈൽഡ് കണ്ടെയ്നർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ മദർ കണ്ടെയ്നർ മെയിൻ കണ്ടെയ്നർ ഡിവ് എന്ന പേരുള്ള മദർ കണ്ടെയ്നറിൻ്റെ അകത്ത് ഞാൻ അടുത്ത ഒരു ഡിവ് കൂടെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേര് സെക്കൻഡ് റോ കണ്ടെയ്നർ എന്നും പറഞ്ഞ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഇമേജിൽ കാണിച്ചിട്ടുള്ളത് മാതിരി രണ്ട് കണ്ടെയ്നർ സൈഡ് ബൈ സൈഡായിട്ട് മെയിൻ കണ്ടെയ്നർ ഡിവിനകത്ത് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മദർ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ കൊടുത്തിട്ടുള്ളത്. അതായത് അത് നമ്മൾ ഫ്ലെക്സ് ലേഔട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫ്ലെക്സ് ലേഔട്ടിൽ ഫ്ലെക്സ് ഡിറക്ഷൻ എന്ന് പറയുന്നത് ബൈ ഡീഫോൾട്ട് റോ ആയിട്ടായിരിക്കും വരുന്നത്. റോ എന്ന് നമ്മൾ പ്രത്യേകം കൊടുത്താലും കൊടുത്തില്ലെന്നുണ്ടെങ്കിലും റോ ആയിട്ടായിരിക്കും ബൈ ഡീഫോൾട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് റോ കണ്ടെയ്നറിൻ്റെ തൊട്ടടുത്ത് തന്നെ സൈഡ് ബൈ സൈഡായിട്ട് ചിത്രത്തിൽ കാണുന്ന മാതിരിയായിരിക്കും രണ്ട് കണ്ടെയ്നറും ഇരിക്കുന്നത്. ഇനി ഇതിന് ശേഷം ഫ്ലെക്സ് ഡിറക്ഷൻ, മദർ കണ്ടെയ്നറിൻ്റെ ഫ്ലെക്സ് ഡിറക്ഷൻ കോളമാക്കി മാറ്റിയ. അങ്ങനെ കോളമാക്കി മാറ്റുമ്പോൾ ഫസ്റ്റ് റോ കണ്ടെയ്നർ എന്ന് പറയുന്ന സബ് കണ്ടെയ്നറിൻ്റെ താഴത്തായിട്ട് സെക്കൻഡ് റോ കണ്ടെയ്നർ എന്ന പേരുള്ള രണ്ടാമത്തെ സബ് കണ്ടെയ്നർ അഥവാ ഡിവ് പ്ലേസ് ചെയ്യപ്പെടും. ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ചെറിയ പ്രൊജക്റ്റിലെ രണ്ട് മൊഡ്യൂൾസിനെ താഴെയാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി കോഡ് കാണിച്ചുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പേജ്. അപ്പോൾ ഈ പേജ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ പ്രൊജക്റ്റ് 3യിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. പ്രൊജക്റ്റ് 3 എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിപ്റ്റർ, ജാക്സ്, WS, വെബ് സർവീസസ്, ജാവ റിസോഴ്സസ്, ബിൽഡ്, SRC തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ സെർവറും കൂടെ. ഈ സെർവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള വെബ് ആപ്ലിക്കേഷനും റൺ ചെയ്യുന്നത്. ഒരു സെർവർ മതി എല്ലാ വെബ് ആപ്ലിക്കേഷനും കൂടെ ഇട്ട്. SRC ഓപ്പൺ ചെയ്തു, അതിനകത്ത് വെബ് ആപ്ലിക്കേഷൻ, അതിനകത്താണ് ഈ JSP, CSS, JS കിടക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ JSP ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് JSPയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഡിവ് ഏറ്റവും ബോഡിക്കകത്ത് ഏറ്റവും ഫസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഡിവ്, അതിന് കൊടുത്തിരിക്കുന്ന ക്ലാസിൻ്റെ പേര് മെയിൻ കണ്ടെയ്നർ ഡിവ് എന്ന. ഓക്കെ, മെയിൻ കണ്ടെയ്നർ ഡിവ് എന്ന. ഇത് എവിടെയാണ് അവസാനിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് അവസാനിക്കുന്നത്. അതായത് ഈ ഒരു ഫ്രണ്ട് പേജിൻ്റെ ഉള്ളിലുള്ള എല്ലാം ഈ ഒരു ഡിവിനകത്താണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഡിവിനകത്താണ് ഈ കാണുന്നതെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിവിൻ്റെ ഏരിയ എന്തോരം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത കാര്യത്തിനകത്തേക്ക് പോവാം. അപ്പോൾ അതായത് ഡിവ് നിൽക്കുന്നത് ബോഡിക്കകത്താണ്. ഓക്കെ, ഡിവ് നിൽക്കുന്നത് ബോഡിക്കകത്താണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈല് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. പ്രൊജക്റ്റ് 3.css എന്നാണ് ഇതിൻ്റെ സ്റ്റൈല്. പ്രൊജക്റ്റ് 3. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ലിങ്ക് എന്ന് പറയുന്ന ഒരു empty ടാഗ് നമ്മൾ എടുക്കും. ലിങ്ക് എന്ന് പറയുന്ന empty ടാഗ് റിലേഷൻ സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കും. href റെഫറൻസ് ആയിട്ട് പ്രൊജക്റ്റ് 3.css എന്ന് കൊടുക്കും. പ്രൊജക്റ്റ് 3 ഇതേ ഫയലിൽ തന്നെ, അതായത് JSP കിടക്കുന്ന അതേ ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്ത കാരണം പ്രത്യേകിച്ച് പാത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പേര് .extension മാത്രം കൊടുത്താൽ മതിയാവും. അങ്ങനെ കൊടുത്തു.
അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന CSS ഇതിനകത്ത് എഴുതി കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് ലോഡ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ നമുക്കിനി project3.css എന്നുള്ളതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള കോഡ് പരിശോധിക്കാം. ഞാനത് ഓപ്പൺ ചെയ്തു. ഇവിടെ നോക്കിയേ, ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ ഇത്രയും ഭാഗം യെല്ലോ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ബോഡിയാണ് ഈ യെല്ലോ ആയിട്ട് കിട്ടുന്നത്. നമ്മളിവിടെ കളർ ചേഞ്ച് ചെയ്യണതനുസരിച്ചിട്ട് അവിടെയും കളർ നമുക്ക് മാറി കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ യെല്ലോ വന്നിട്ടുള്ളത്. അതാ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ നിറം അങ്ങ് കൊടുത്തു, ഓക്കെ കൊടുത്തു. സോറി, നിറം അത് മാറിയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രീൻ എന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം ഫ്രണ്ട് പേജിൽ വരുന്ന, ഇനി ഇതൊന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബോഡിക്ക് കളർ കൊടുക്കുന്ന അത് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ കളർ അങ്ങ് മാറിയത്. ഓക്കെ, നമുക്കിത് പഴയ പോലെ തന്നെ ആക്കാം. യെല്ലോ, പഴയ പോലെ തന്നെ യെല്ലോ ആക്കി. നമുക്ക് തിരിച്ചു വരാം, ഇവിടെ വന്നൊന്ന് റിഫ്രഷ് ചെയ്യാം, യെല്ലോ ആയി. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ വന്നത് ഇതാണ്, മെയിൻ കണ്ടെയ്നർ div ID എന്നുള്ള മെയിൻ കണ്ടെയ്നർ div എന്നുള്ള ആ ഒരു divൻ്റെ സ്റ്റൈലാണ് നമ്മൾ നോക്കി വന്നത്. നമ്മളിവിടെ കണ്ടു, ഇതാണ് ഈ ഒരു കണ്ടെയ്നറാണ് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനെയും കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിന് നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റിഫൈ കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സ്പേസ് എന്തുമാത്രമാണ് കവർ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. ഇവിടെ ഒരു സെമി കോളനും കൂടെ ഉണ്ട് കേട്ടോ, സെമി കോളനും കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ എന്താ ഈ ഒരു കളർ കൊടുത്തിട്ട് അതിന് പകരം ഗ്രീൻ അങ്ങ് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ മെയിൻ കണ്ടെയ്നർ divൻ്റെ സ്പേസ് എന്തുമാത്രമാണെന്ന് നോക്കാം. ഞാൻ ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രീൻ നിറം വന്നിരിക്കുന്ന കണ്ടോ, ഗ്രീൻ നിറം വന്നിരിക്കുന്ന കണ്ടോ ഉണ്ടോ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ മെയിൻ കണ്ടെയ്നർ div എന്ന് പറയുന്നത്. അപ്പോൾ ആ മെയിൻ കണ്ടെയ്നർ div, ഈ ഗ്രീൻ നിറത്തിൽ കാണുന്നതാണ് മെയിൻ കണ്ടെയ്നർ div. ഇത് കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു യെല്ലോ പോർഷൻ കണ്ടോ, അതാണ് ബോഡി. ഓക്കെ, അതാണ് ബോഡി ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അടുത്തൊരു കാര്യം കാണിക്കുമ്പോഴും ഈ ഗ്രീൻ നിറം ഇങ്ങനെ തന്നെ കിടന്നോട്ടെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഈ ഒരു ബോക്സ് പോലെ ഓരോ മൊഡ്യൂളും അടുക്കി വെച്ചിരിക്കുന്ന എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു ഫ്രണ്ട് പേജ് നിർമ്മിക്കുമ്പോൾ HTML JSP ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഫ്രണ്ട് പേജ് നിർമ്മിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലേഔട്ട് ഉപയോഗിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ് ഉപയോഗിക്കാം, ഫ്ലെക്സ് ബോക്സ് ഉപയോഗിക്കാം. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലെക്സ് ബോക്സ് ആണ്. ഫ്ലെക്സ് ബോക്സിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് 1 ഡയമെൻഷനല്ല. ഒന്നെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് റോ വൈസ് വയ്ക്കാം, അല്ലെങ്കിൽ കോളം വൈസ് വെർട്ടിക്കലായിട്ട് വയ്ക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ കോളമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കോളമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു കാര്യത്തിന് ഫ്ലെക്സ് ബോക്സ് ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്നും പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലെക്സ് എന്നും പറഞ്ഞ് കൊടുക്കണം. അങ്ങനെ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്നും പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഗ്രീൻ നിറത്തിൽ കാണുന്നതാണ് മെയിൻ കണ്ടെയ്നർ div. ഇത് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു കഴിയുമ്പോൾ അത് ഡിസ്പ്ലേ ഫ്ലെക്സ് ബോക്സ് ആയിട്ട് മാറി. ഈ ഫ്ലെക്സ് ബോക്സിനകത്ത് വരുന്ന എല്ലാ divകളും ഫ്ലെക്സ് ബോക്സ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു divനെയാണ് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ divനകത്ത് വരുന്ന എല്ലാ divകളും ഇതിൻ്റെ ചൈൽഡായിട്ട് മാറും. അതായത് ഞാൻ ഈ മൗസ് പോയിൻ്റർ കൊണ്ട് ചെല്ലുന്ന ഫസ്റ്റ് മൊഡ്യൂൾ ഇതിൻ്റെ ഒരു ചൈൽഡാണ്. ഈ ടേബിൾ വരാനുള്ള ഈ രണ്ടാമത്തെ മൊഡ്യൂൾ ഇതിൻ്റെ ഒരു ചൈൽഡാണ്. ഈ ഒരു
എഡിറ്റിന് വേണ്ടിയിട്ടുള്ള പോർഷൻ ഇതിൻ്റെ ചൈൽഡാണ്. ഈ ആഡിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പോർഷൻ, ആഡ് ന്യൂ ഐറ്റം ഒക്കെ കിടക്കുന്ന ബട്ടണുള്ള ഈ ഒരു മൊഡ്യൂള് ഇതിൻ്റെ ഒരു ചൈൽഡാണ്. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഈ പോർഷനും ഇതിൻ്റെ ഒരു ചൈൽഡാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ചൈൽഡിനെല്ലാം പിന്നെ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ഹൈറ്റാണ് 95 VH. അത് എന്താണ്, വ്യൂ ഹൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, വ്യൂ ഹൈറ്റ്. ഓക്കെ, സോറി, വെർട്ടിക്കൽ ഹൈറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് കൊടുത്തു. ജസ്റ്റിഫൈ കണ്ടൻറ്റ് അതിൻ്റെ വേറെ വാല്യൂ ഇട്ടുകൊണ്ട് എന്താ മാറ്റം വരുന്നതെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അലൈൻ ഐറ്റംസ് സെൻറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി രണ്ടാമത്തെ കാര്യം ഫ്ലെക്സ് ഡിറക്ഷൻ കോളം. കാരണം നമ്മളിപ്പോൾ ഫ്ലെക്സ് ബോക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുത്തു. രണ്ടാമതായിട്ട് ഫ്ലെക്സ് ഡിറക്ഷൻ കോളം കൊടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലെക്സ് ഡിറക്ഷൻ കോളം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇനി ഈ ഇത് താഴെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ഇത്രയും ഭാഗം ഒരു റോ, ഇത്രയും ഭാഗം രണ്ടാമത്തെ റോ. ഇനി നമുക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ JSPയിൽ വരണം. JSPയിൽ വന്നിട്ട് മെയിൻ കണ്ടെയ്നർ ഡിവ് നമ്മൾ കണ്ടു, ആ ഗ്രീൻ കളറിൽ കിടക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവ് എന്നും പറഞ്ഞിട്ട് ഒരു ഡിവ് കിടപ്പുണ്ട്. ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവ് ഇതെവിടെയാണ് തീരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തുടങ്ങി ഇവിടെയാണ് തീരുന്നത്, ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവ്. അപ്പോൾ മെയിൻ കണ്ടെയ്നർ ഡിവിനകത്തുള്ള ഒരു ഡിവ് നമ്മൾ കണ്ടു, ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവ്. അതിനകത്ത് തന്നെയുള്ള രണ്ടാമത്തെ ഡിവാണിത്, സെക്കൻഡ് റോ കണ്ടെയ്നർ ഡിവ്. ആ പേരിൽ തന്നെ ഉണ്ട്, സെക്കൻഡ് റോയാണ് കണ്ടെയ്നർ ഡിവ് ആണ്. ഓക്കെ, അതെവിടെയാണ് തീരുന്നത്? ഇവിടെ. അപ്പോൾ നമ്മളിനി മനസ്സിലാക്കേണ്ടത് ഈ ഗ്രീൻ കളറിൽ കിടക്കുന്ന ഡിവിനകത്ത് രണ്ട് ഡിവുകളാണുള്ളത്, ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവും സെക്കൻഡ് റോ കണ്ടെയ്നർ ഡിവും. ഇതാണ് ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവ്. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് സെക്കൻഡ് റോ കണ്ടെയ്നർ ഡിവ്. ഇനി നമുക്ക് CSSനകത്തേക്ക് വരാം. ഈ രണ്ട് നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുമ്പോൾ ആ ഡിവ് എന്തായിട്ട് മാറും, അത് കണ്ടെയ്നറായിട്ട് മാറും. ഓക്കെ, അതൊരു പേരൻറ്റ് മാതിരിയായി മാറും. അതിനകത്ത് വരുന്നതെല്ലാം ചൈൽഡായിട്ട് മാറും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവും സെക്കൻഡ് റോ കണ്ടെയ്നർ ഡിവും ഇതിൻ്റെ ചൈൽഡുകളാണ്. ഓക്കെ, ഇനി ആ ചൈൽഡുകളെ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഫ്ലെക്സ് ഡിറക്ഷൻ കോളമായിട്ട് അറേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇതിൻ്റെ താഴത്ത് രണ്ടാമതായിട്ട് ഇത് വന്നത്. ഇനി ഇതിന് പകരം നമ്മൾ കോളത്തിന് പകരം റോയാണ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വരും? ഇത് ഹൊറിസോണ്ടലായിട്ട് വരും. ഇതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ രണ്ടാമത്തവും വരും. ഇനി അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഫ്ലെക്സ് ഡയറക്ഷൻ ബൈ ഡീഫോൾട്ട് റോ ആയിട്ടായിരിക്കും വരുന്നത്. നമുക്കത് അങ്ങനെ വർക്കാകുമെന്ന് നോക്കാം. എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ ഇത് കോളമാക്കി, ഒന്നെങ്കിൽ ഇത് റോയാക്കി കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ അങ്ങ് എടുത്ത് കളയാം. നമുക്കൊരു കാര്യം ചെയ്യാം, റോയാക്കി അങ്ങ് കൊടുക്കാം. റോയാക്കി ഞാൻ കൊടുത്തു, സേവ് ചെയ്തു. ഇനി ഇവിടെ വന്ന് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്തപ്പോൾ നോക്കിക്കേ, ഇത് ഇവിടം വരെയുള്ളത് ആ ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവ് എന്ന് പറയുന്ന റോയാണ്. അതിന് ശേഷം ഇത്രയും വന്നിരിക്കണം നോക്കിയേ, രണ്ടാമത്തെ ഭാഗം, അതായത് സെക്കൻഡ് റോ കണ്ടെയ്നർ ഡിവ് എന്നുള്ളത് ഇങ്ങോട്ട് വന്നു. ഇതിങ്ങനെ നിൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇതിനെ രണ്ടിനെയും കൂടി ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവിനകത്തിട്ടു, ബാക്കി ഇതിനെ മൂന്നിനെയും കൂടി സെക്കൻഡ് റോ കണ്ടെയ്നർ ഡിവിനകത്തിട്ടു. അതിനുശേഷം എന്ത് ചെയ്തു, അതിനുശേഷം ഇത് കോളം വൈസ് അടുക്കി വെച്ചു. ഇനി നമുക്ക് പഴയ പോലെ ഇത് കോളമാക്കാം, COLUMN കോളമാക്കാം. അങ്ങനെ കോളമാക്കിയതിന് ശേഷം ഞാനിവിടെ വന്നു, ആ പേജ് ഒന്നുകൂടെ റീലോഡ് ചെയ്തു. അപ്പോൾ എനിക്ക് പഴയ പോലെയായി. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ഈ മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അടുക്കി വെച്ചത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മെയിനായിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അകത്ത്, മെയിനായിട്ടുള്ള കണ്ടെയ്നർ എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു ഡിവിനകത്ത്, മെയിൻ കണ്ടെയ്നർ ഡിവിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് ഡിവുകളുണ്ട്, ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവും സെക്കൻഡ് റോ കണ്ടെയ്നർ ഡിവും. ഇനി ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ആദ്യം ഒരു ഡിവ് കിടപ്പുണ്ട്, ലെഫ്റ്റ് കണ്ടെയ്നർ ഡിവ്. അതെവിടെയാണ് തീരുന്നതെന്ന് നമുക്ക് ഇവിടെ തീർന്നു. അതിന് ശേഷം എന്തുണ്ട്, റൈറ്റ് കണ്ടെയ്നർ ഡിവ് ഉണ്ട്. അത് ഇവിടെ തുടങ്ങി
ഇവിടെ തീർന്നു. ഇനി അത് രണ്ടും ഏതാണെന്ന് പറഞ്ഞുതരാം. ഇതാണ് ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന 2 ഡിവുകളാണ് ലെഫ്റ്റ് റോ കണ്ടെയ്നർ ഡിവും റൈറ്റ് റോ കണ്ടെയ്നർ ഡിവും. നോക്കട്ടെ, സോറി, റൈറ്റ് കണ്ടെയ്നറും അതുപോലെ തന്നെ ലെഫ്റ്റ് കണ്ടെയ്നർ ഡിവും അതുപോലെ തന്നെ റൈറ്റ് കണ്ടെയ്നറും. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് അതിവിടെ കിടക്കുന്ന ലെഫ്റ്റ് കണ്ടെയ്നറും റൈറ്റ് കണ്ടെയ്നറും. ഇനി ഈ 2 കണ്ടെയ്നറും എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ 2 കണ്ടെയ്നറെ സംബന്ധിച്ച് ഇതിൻ്റെ പേരൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവിനകത്ത് ഇവ എങ്ങനെയായിരിക്കും കൊടുത്തിരിക്കുന്നത്? കോളമായിട്ടായിരിക്കുമോ റോ ആയിട്ടായിരിക്കുമോ? ഇങ്ങനെ ഒരേ നിരയിൽ തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് റോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കോളമായിട്ട് കൊടുത്താൽ എന്ത് പറ്റും? ഇതിൻ്റെ താഴത്ത് വന്നതിന് ഇത്. അത് നമുക്ക് ആ കോഡിൽ നോക്കാം. അത് കോഡിൽ എവിടെ പോയി നോക്കും? നമ്മൾ ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവിനകത്ത് ചെന്നിട്ട് വേണം നോക്കാൻ. ഇവിടെ ഫസ്റ്റ് റോ കണ്ടെയ്നർ ഡിവ്. ഇവിടെ നോക്കി, ഇതിനെയും ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. അതായത് ഇതും ഒരു ഡിസ്പ്ലേ ബോക്സ് ആയിട്ട് നമ്മൾ എടുത്തു. അതിനുശേഷം ഓക്കെ, അതിനുശേഷം ഇവിടെ നോക്കിക്കേ, നമുക്ക് കാണാം ഫ്ലെക്സ് ഡിറക്ഷൻ റോ എന്നും പറഞ്ഞ് ഇതിനകത്ത് കൊടുക്കണം. ഇതിനകത്ത് കൊടുത്തിട്ടില്ല. എന്തായിരിക്കും കാരണം? അതായത് നമ്മൾ ഫ്ലെക്സ് ഡിറക്ഷൻ റോ എന്നുള്ളതാണ് ബൈ ഡീഫോൾട്ട് ഇതെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് റോ ആയിട്ടാണ് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ബൈ ഡീഫോൾട്ട് അങ്ങനെ എടുക്കുന്ന കാരണമാണ് ഇവിടെ കൊടുക്കാതിരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോളം ഒന്ന് ഇവിടെ കൊടുത്തു നോക്കാം. അപ്പോൾ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഇവിടെ വന്നു, അതിന് ശേഷം ഒന്ന് ഇത് ചെയ്തു. ഇത് നോക്കി, ഇത് രണ്ടും താഴെയായി. ബാക്കി ഇത് നോക്കി, ഇത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ താഴെ വരാൻ കാര്യം കോളം കൊടുത്തുകൊണ്ടാണ്. ഞാനിവിടെ റോ ആക്കിയാലോ? റോ ആക്കിയിട്ട് ഇവിടെ വന്നിട്ടൊന്ന് നോക്കാം. ഇത് പഴയ പോലെയായി. അപ്പോൾ ഈ റോ ആയിട്ടാണ് വരണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൊടുക്കണമെന്ന് തന്നെ ഇല്ല, കാരണം ബൈ ഡീഫോൾട്ട് അങ്ങനെ തന്നെ എടുത്തോളും. ഓക്കെ, അതാണ് ഇത് ആ കോഡ് കൊടുക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്താണ് ലേഔട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay, thank you.